ഗർഭിണിയായ ഉടനെ നിങ്ങളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന പ്രശ്നം എന്തായിരിക്കും? ഒരു ഗർഭിണി ആദ്യം അറിയേണ്ടത് അതല്ലേ? രാവിലെ മുതൽ തുടങ്ങുന്ന മനം പുരട്ടലും അഥവാ ഓക്കാനവും അതിന്റെ കൂടെ വരുന്ന ഛർദിയും നിങ്ങളെ ദിവസം മുഴുവൻ അസ്വസ്ഥരാക്കാറില്ലേ? എന്നാൽ വേണ്ടത്ര അറിവും ജാഗ്രതയോടും കൂടി ഈ പ്രശ്നത്തെ സമീപിച്ചില്ലെങ്കിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ട് ഗർഭകാലത്തെ ആദ്യ മാസങ്ങളിലെ മനം പുരട്ടലിന്റെയും ഛർദിയുടെയും വിവിധ കാരണങ്ങൾ ഗർഭിണി ആയവർക്കും ഗർഭിണി ആവാൻ ആഗ്രഹിക്കുന്നവർക്കും അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കണ്ടു കഴിഞ്ഞാൽ ഗർഭകാലത്ത് ആദ്യ മാസങ്ങളിൽ എന്തെല്ലാം കാരണങ്ങളാൽ മനം പുരട്ടലും ഛർദിയും വരുന്നു, എന്തുകൊണ്ട് ഗർഭിണിയുടെ ആരോഗ്യം അപകടത്തിലാകുന്നു എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും എന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഞാൻ ഡോക്ടർ അനിൽ നായർ MD, പ്രഗ്നൻസി ക്ലിനിക്സ് എന്ന ഈ ചാനൽ ഗർഭകാല പരിചരണത്തെക്കുറിച്ചും നവജാത ശിശു സംരക്ഷണത്തെക്കുറിച്ചും ഉള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഗർഭിണിയോ ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരോ ഗർഭിണികളെ പരിചരിക്കുന്നവരോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ പ്രഗ്നൻസി ക്ലിനിക്സിന്റെ ഭാഗമാവുക. അതിനുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഓരോ പുതിയ വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബ് നിങ്ങളെ നേരിട്ട് വിവരം അറിയിക്കുന്നതായിരിക്കും. അമ്മയാവാനുള്ള തയ്യാറെടുപ്പാണ് ഓരോ സ്ത്രീയുടെയും ഗർഭകാലം. എന്നാൽ ഗർഭകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളെ അലട്ടുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഓക്കാനവും ഛർദിയും. നൂറ്റാണ്ടുകളായി ഗർഭധാരണത്തിന്റെ ഒരു മുഖ്യ പ്രാരംഭ ലക്ഷണമായി കരുതപ്പെട്ടു വരുന്നതാണ് ഈ ഓക്കാനവും ഛർദിയും. അതുകൊണ്ട് തന്നെ ഈ ഛർദി ഗർഭത്തിന്റെ ഒരു ലക്ഷണമായി മാത്രം കാണാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. ഇവിടെ നിങ്ങൾക്ക് 3 തെറ്റുകൾ സംഭവിക്കുന്നു. ഒന്നാമത്തെ തെറ്റ്, നിങ്ങൾ ഛർദിക്ക് വേണ്ടത്ര ഗൗരവമോ പ്രാധാന്യമോ കൊടുക്കുന്നില്ല എന്നതാണ്. രണ്ടാമത്തെ തെറ്റ്, പല തരത്തിലുള്ള കാരണങ്ങളാൽ ഈ മനം പുരട്ടലും ഛർദിയും ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നില്ല എന്നതാണ്. മൂന്നാമത്തെ തെറ്റ്, നീണ്ടു നിൽക്കുന്ന ഛർദി ഗർഭിണികൾക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ്. അതുപോലെ കൗതുകകരമായ മറ്റൊരു വസ്തുത, നേരത്തെയുള്ള ഗർഭധാരണത്തിൽ ഛർദി കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിയ ചില സ്ത്രീകൾ അടുത്ത ഗർഭധാരണം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നു. അതുകൊണ്ട് ഈ മനം പുരട്ടലും ഛർദിയും നിങ്ങൾക്ക് വിജയകരമായി അതിജീവിക്കണോ? അതിന് എന്താണ് ഒരു ഗർഭിണി ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഒരു ഇംഗ്ലീഷ് പഴമൊഴിയാണ്. എ ഗുഡ് ബിഗിനിങ് ഈസ് ഹാഫ് ദ ബാറ്റിൽ. നല്ലൊരു തുടക്കം പകുതി വിജയത്തിലേക്ക് നയിക്കും. ആ നല്ല തുടക്കമാണ് ഗർഭകാലത്ത് എന്തെല്ലാം കാരണങ്ങളാൽ ഓക്കാനവും ഛർദിയും ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരം കാരണങ്ങളെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ കാരണങ്ങളെ 2 വിഭാഗമായി തരംതിരിക്കാം. ആദ്യത്തെ വിഭാഗത്തിൽ ഗർഭാവസ്ഥയുമായി നേരിട്ട് ബന്ധപ്പെട്ട ഛർദിയുടെ കാരണങ്ങൾ ആണ് പറയുന്നത്. ഇവയാണ് എല്ലാ ഗർഭിണികളെയും ഏറ്റവും കൂടുതൽ ബാധിക്കുക. അതുകൊണ്ട് അവയെ പറ്റിയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. രണ്ടാമത്തെ വിഭാഗത്തിൽ ഗർഭാവസ്ഥയുമായി നേരിട്ട് ബന്ധമില്ലാത്തതും എന്നാൽ ഗർഭാവസ്ഥയോടൊപ്പം ഛർദിയും വരുന്നതുമായ സ്ത്രീകളുടെ മറ്റ് മെഡിക്കൽ, സർജിക്കൽ, ഗൈനക്കോളജിക്കൽ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഗർഭാവസ്ഥയുമായി ബന്ധപ്പെട്ട കാരണത്തെ പൊതുവെ NVP എന്ന് വിളിക്കുന്നു. NVP എന്നത് ഒരു ചുരുക്കപ്പേരാണ്. ന്യൂസിയ ആൻഡ് വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി എന്നതിന്റെ ചുരുക്കപ്പേര്. ഈ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് ഇവ 2ആയി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ഗർഭിണിക്ക് നേരിയ തോതിലോ മിതമായ തോതിലോ, അതായത് മഞ്ഞയോ ഓറഞ്ചോ ആരോഗ്യ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്ന അവസ്ഥയാണ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യമായി ഓടിയെത്തുന്നത് മോർണിംഗ് സിക്നസ് അഥവാ പ്രഭാത രോഗം എന്ന വാക്കായിരിക്കും. ഈ വാക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ഗർഭകാലത്ത് സാധാരണയായി ഉണ്ടാകുന്ന ഓക്കാനവും ഛർദിയും ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് മെഡിക്കൽ ഭാഷയിൽ എമസിസ് ഗ്രാവിഡാറം എന്നറിയപ്പെടുന്നു. പേര് കേട്ട് ഞെട്ടണ്ട, ഇത് ലാറ്റിൻ ഭാഷയിൽ ഗർഭകാലത്തെ ഛർദി എന്ന് സൂചിപ്പിക്കുന്നു.
100 ഗർഭിണികളെ എടുത്താൽ 80 പേർക്കും ഇതുണ്ടാകും. ജീവിതത്തിൽ ഗർഭിണികൾ നേരിടുന്ന ഈ പ്രശ്നം സിനിമയിലും നാടകത്തിലും സീരിയലും എല്ലാം കാണാം. അവിടെയൊക്കെ ഗർഭധാരണത്തെ പ്രതീകാത്മകമായി ചിത്രീകരിക്കാനാണ് പലപ്പോഴും പൊതുവെ രാവിലെ ഉണ്ടാകുന്ന ഈ ഛർദി ഉപയോഗിക്കുന്നത്. ഗർഭിണികളിൽ ഉണ്ടാകുന്ന HCG തുടങ്ങിയ ചില ഹോർമോണുകളുടെ സാധാരണ പ്രവർത്തനം കൊണ്ടാണ് മോർണിംഗ് സിക്നസ് സംഭവിക്കുന്നത്. ഇനി ഈ അസുഖത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഈ ഒരു അസുഖത്തിൽ ഛർദി നേരിയ തോതിലോ മിതമായ തോതിലോ ആയിരിക്കും. ഛർദി കളർ വ്യത്യാസമില്ലാതെയോ ചെറിയ മഞ്ഞ നിറത്തിലോ കാണാം. ഗർഭിണിയുടെ ആരോഗ്യത്തെ പൊതുവെ ബാധിക്കാറില്ല. ഗർഭിണികളുടെ നിത്യജീവിതത്തെയും അത് ബാധിക്കാറില്ല. മോർണിംഗ് സിക്നസിനെ കുറിച്ച് പല കാര്യങ്ങളും ഗർഭിണി അറിയാനുണ്ട്. അതുകൊണ്ട് അതിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ ഈ ചാനലിൽ തുടർന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് NVPയുടെ തീവ്രത കൂടിയ അവസ്ഥയാണ്. അതായത് ഗർഭിണിക്ക് ചുവന്ന ആരോഗ്യ ജാഗ്രത മുന്നറിയിപ്പ് നൽകുന്ന അവസ്ഥ. ഇത് ഗർഭിണിയുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു. മെഡിക്കൽ ഭാഷയിൽ ഈ അസുഖത്തിന്റെ പേര് ഹൈപ്പറെമസിസ് ഗ്രാവിഡാറം എന്നാണ്. ഈ വാക്കും ലാറ്റിൻ ഭാഷയിൽ നിന്ന് വന്നതാണ്. ഇതിന്റെ അർത്ഥം ഗർഭകാലത്തെ അമിത ഛർദി എന്നാണ്. ഈ അസുഖത്തെ പറ്റി പല കാര്യങ്ങളും ഓരോ ഗർഭിണിയും അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തെ പറ്റിയുള്ള വിശദമായ വീഡിയോ തുടർന്ന് ഈ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയുടെ വിഷയത്തിന്റെ പ്രസക്തിക്ക് അനുസരിച്ച് അറിയേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഈ അസുഖത്തിന്റെ ശരിയായ കാരണം ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ഗർഭിണികളിൽ ആദ്യ മാസങ്ങളിൽ കാണുന്ന അമിതമായ ഛർദി തന്നെയാണ് ഇവിടെയും രോഗലക്ഷണം. പക്ഷെ ഇവിടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് പെട്ടെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചിട്ടില്ല എങ്കിൽ ഗർഭിണി ഗുരുതരാവസ്ഥയിലാകുന്നു എന്നുള്ളതാണ്. ഗർഭിണിയുടെ തൂക്കം കുറയുന്നു, നിർജ്ജലീകരണം സംഭവിക്കുന്നു, രക്തത്തിലെ ലവണങ്ങളുടെ അളവ് കുറയുന്നു. മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റാർവേഷൻ കീറ്റോ അസിഡോസിസ് എന്ന ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുന്ന അവസ്ഥ ഗർഭിണിക്ക് ഉണ്ടാകുന്നു. ഭാഗ്യവശാൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ അസുഖത്തിന്റെ തോത് വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചില ഗർഭിണികളിൽ ഈ അസുഖം കൂടുതൽ കാണാറുണ്ട്. അവയെ ഈ അസുഖത്തിന്റെ അപകട ഘടകങ്ങൾ അഥവാ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ് ആദ്യമായി ഗർഭം ധരിക്കൽ, ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കൽ, നേരത്തെയുള്ള ഗർഭത്തിൽ ഈ അസുഖം ഉണ്ടായിരിക്കൽ, നിങ്ങളുടെ കുടുംബത്തിൽ നേരത്തെ ആർക്കെങ്കിലും ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, യാത്ര ചെയ്യുമ്പോൾ ഉള്ള ഛർദി അഥവാ മോഷൻ സിക്നസ്, മുന്തിരി ഗർഭം അഥവാ വെസിക്കുലർ മോൾ എന്ന രോഗം തുടങ്ങിയവ. മുന്തിരി ഗർഭം എന്താണെന്ന് അറിയാത്തവർക്ക് അതിനെ പറ്റിയുള്ള വിശദമായ വീഡിയോ തുടർന്ന് ഈ ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് പ്രത്യേക രോഗലക്ഷണങ്ങൾ നിങ്ങളുടെ ഗർഭകാലത്തെ ഛർദിയുടെ കൂടെ കാണുകയോ ഗർഭകാലത്തെ ഛർദി കുറയാതെ ഇരിക്കുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത്തരം സാഹചര്യത്തിൽ ഛർദിയുടെ മറ്റു കാരണങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്ന് കൂടി പരിശോധിക്കണം. ഇവയാണ് ഗർഭാവസ്ഥയുമായി നേരിട്ട് ബന്ധമില്ലാത്തതും എന്നാൽ ഗർഭാവസ്ഥയോടൊപ്പം വരുന്നതുമായ സ്ത്രീകളുടെ മറ്റ് മെഡിക്കൽ, സർജിക്കൽ, ഗൈനക്കോളജിക്കൽ ആരോഗ്യ പ്രശ്നങ്ങൾ. അവ എന്തെല്ലാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. സ്ത്രീകളെ ബാധിക്കുന്ന മെഡിക്കൽ അസുഖങ്ങളിൽ പലതിനും ഛർദി കാണാറുണ്ട്. അവയിൽ പ്രധാനമാണ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന സാംക്രമിക വയറിളക്കം, ഭക്ഷ്യവിഷബാധ അഥവാ ഫുഡ് പോയ്സണിംഗ്, മൂത്രനാളികളെ ബാധിക്കുന്ന അണുബാധകളായ പൈലോനെഫ്രൈറ്റിസും യൂറിനറി ഇൻഫെക്ഷനും, കരളിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് അസുഖം, വൃക്കകളെ ബാധിക്കുന്ന വൃക്കസ്തംഭനം അഥവാ കിഡ്നി ഫെയിലർ, പ്രമേഹ രോഗികൾക്ക് വരുന്ന ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് തുടങ്ങിയവ. അതുപോലെ ഗർഭിണി ഉപയോഗിക്കുന്ന എന്തെങ്കിലും മരുന്നുകൾ ഛർദിക്ക് കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ സ്ത്രീകളെ ബാധിക്കുന്ന സർജിക്കൽ അസുഖങ്ങൾ പലതിലും ഛർദി കാണാറുണ്ട്. അവയിൽ പ്രധാനമാണ് അപ്പൻഡിക്സ് അണുബാധ അഥവാ അപ്പൻഡിസൈറ്റിസ്, ആമാശയത്തിലെയും കുടലിലെയും അൾസർ അഥവാ പെപ്റ്റിക് അൾസർ, കുടലിലെ തടസ്സം അഥവാ ഇൻറ്റെസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവ. ഇവയെ കൂടാതെ പിത്തസഞ്ചി അഥവാ ഗാൾ ബ്ലാഡറിനെ ബാധിക്കുന്ന വീക്കം അഥവാ കോളിസിസ്റ്റൈറ്റിസ്,
ആഗ്നേയഗ്രന്ഥി അഥവാ പാൻക്രിയാസിനെ ബാധിക്കുന്ന വീക്കം അഥവാ പാൻക്രിയാറ്റൈറ്റിസ് എന്നിവയും ഛർദി ഉണ്ടാക്കാം. ഇവയെല്ലാം ഛർദിയുടെ കൂടെ ഗർഭിണിക്ക് വയറുവേദനയും വരാം. തലച്ചോറിലെ മുഴകൾ അഥവാ ബ്രെയിൻ ട്യൂമർ എന്നിവയും വിരളമായി ഛർദിക്ക് കാരണമാകാം. സ്ത്രീകളുടെ അണ്ഡാശയത്തിലും ഗർഭാശയത്തിലും നേരത്തെ ഉണ്ടായിരുന്ന ചില അസുഖങ്ങളുടെ സങ്കീർണതകൾ ഗർഭകാലത്തെ ആദ്യ മാസങ്ങളിൽ ഛർദിക്ക് കാരണമാകാം. ഇവയാണ് ഗൈനക്കോളജിക്കൽ കാരണങ്ങളാകുന്നത്. അണ്ഡാശയത്തിലെ ട്യൂമറുകളെ ഓവേരിയൻ സിസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇവയ്ക്ക് സ്ഥാനചലനം വരാം, തിരിയാം. അങ്ങനെ പെട്ടെന്ന് തിരിയുന്ന അവസ്ഥ ഛർദിക്ക് കാരണമാകുന്നു. ഇതിനെ വൈദ്യശാസ്ത്രത്തിൽ ടോർഷൻ എന്ന് വിളിക്കുന്നു. അതുപോലെ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന മുഴകളെ ഫൈബ്രോയിഡ് എന്ന് വിളിക്കുന്നു. ചില ഗർഭിണികളിൽ ഗർഭകാലത്ത് ഈ ഗർഭാശയ മുഴ അഥവാ ഫൈബ്രോയിഡിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതിനെ മെഡിക്കൽ ഭാഷയിൽ റെഡ് ഡീജനറേഷൻ ഓഫ് ഫൈബ്രോയിഡ് എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിലും ഛർദി ഉണ്ടാകാം. ഇനി നിങ്ങൾ പറയൂ, ഗർഭകാലത്തെ ആദ്യ മാസങ്ങളിലെ ഛർദി ഇത്രയും ശ്രദ്ധയും പരിഗണനയും കൊടുക്കേണ്ട വിഷയമാണെന്ന് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഗർഭകാലത്തെ ഛർദിയെപ്പറ്റി പുതിയ ധാരാളം അറിവുകൾ ഈ വീഡിയോ നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ? ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് തൊട്ടു താഴെയുള്ള കമന്റ് ബോക്സിൽ എഴുതുക. ആരോഗ്യ സംരക്ഷണത്തിന് ഈ ചാനലിലെ മറ്റ് വീഡിയോകളും ഡോക്ടർ അനിൽ നായരുടെ മറ്റ് ഹെൽത്ത് ചാനലുകളും കാണുക. വ്യത്യസ്ത ആരോഗ്യ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്ത ആരോഗ്യ ചാനലുകൾ ഈ ചാനലിന്റെ ഹോം പേജിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ചേർത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഡോക്ടറുടെ മെഡിക്കൽ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് അതിനുള്ള ബുക്കിങ്ങിനുള്ള വാട്സപ്പ് ലിങ്കും അവിടെ ചേർത്തിട്ടുണ്ട്. അമ്മയാവാനുള്ള കാത്തിരിപ്പും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും അമ്മയാകുന്നതും സ്ത്രീകളുടെ ജീവിതത്തിലെ വളരെയധികം സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ്. എന്നാൽ എല്ലാ സ്ത്രീകളെയും കാത്തിരിക്കുന്നത് ആരോഗ്യപൂർണമായ ഒരു ഭാവി ജീവിതമാണ്. അതറിയാൻ ഈ വീഡിയോ കാണുക.